എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാള സിനിമയെ സംബന്ധിച്ച് 2025 ഇനി വരാൻ പോകുന്നതെല്ലാം വൻപൻ സിനിമകളാണ്. അതിന് തുടക്കം കുറിക്കുകയാണല്ലോ മമ്മൂക്കയും ലാലേട്ടനും. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 35,000 സബ്സ്ക്രൈബേഴ്സ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. 2025 മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ലാലേട്ടൻ മമ്മൂക്ക ചിത്രങ്ങളാണ്. ഒന്ന് ബസൂക്കയും ഒന്ന് എമ്പുരാനും. ഇതിൽ തിയേറ്ററുകളിൽ ആദ്യം എത്തുന്നത് ലാലേട്ടന്റെ അല്ലെങ്കിൽ മലയാള സിനിമയുടെ തന്നെ ഏറ്റവും വലിയ ചിത്രമായ എമ്പുരാനാണ്. മാർച്ച് 27 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ചിത്രം റിലീസിനെത്തുമ്പോൾ ചിത്രം ഇപ്പോൾ പുതിയൊരു നേട്ടം കൂടി കൈവരിച്ചിരിക്കുകയാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഓവർസീസ് റൈറ്റ്സിന് എമ്പുരാൻ വിറ്റുപോയിരിക്കുകയാണ്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 30 കോടി രൂപക്കാണ് ചിത്രത്തിന്റെ ഓവർസീസ് റൈറ്റ്സ് വിറ്റുപോയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതേസമയം ഏപ്രിൽ 10 പുറത്തിറങ്ങുന്ന മലയാളത്തിലെ ആദ്യത്തെ ഗെയിം ത്രില്ലർ ചിത്രമായ ബസൂക്കയുടെയും ഓവർസീസ് റൈറ്റ്സ് ഇതിനു മുമ്പ് വിറ്റുപോയിരുന്നു. ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് ചിത്രത്തിന്റെ GCC ഗൾഫ് മേഖലയിലുള്ള ഓവർസീസ് റൈറ്റ്സ് സ്വന്തമാക്കിയിരുന്നത്. ബസൂക്കക്കും മികച്ച ഡിമാൻഡോട് കൂടി തന്നെ മികച്ച റൈറ്റ്സ് തന്നെയാണ്, മികച്ച തുകക്ക് തന്നെയാണ് വിറ്റുപോയെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. മാർച്ച് 27 എമ്പുരാൻ തിയേറ്ററുകളിലെത്തുമ്പോൾ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം എത്ര മണിക്കാണെന്ന് അറിയാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ ഒരു കാര്യം കൂടി ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. 27 തീയതി രാവിലെ 6 മണിക്കാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ തുടങ്ങുക. മിനിമം ചിത്രത്തിന് ആദ്യ ദിവസം ഓരോ തിയേറ്ററുകളിലും 6 ഷോ വെച്ചുണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എമ്പുരാൻ സിനിമയുടെ റിലീസിനോട് അനുബന്ധിച്ചുകൊണ്ട് ഈ വരുന്ന മാർച്ച് 20 എമ്പുരാൻ സിനിമയുടെ ആദ്യ ഭാഗമായ ലൂസിഫർ റിലീസ് ചെയ്യുന്നുണ്ട്. ഇനി വീണ്ടും ബസൂക്കയിലേക്ക് വരുമ്പോൾ ഏപ്രിൽ 10 റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രത്തിന് മമ്മൂക്ക സിനിമകളിൽ വെച്ച് ഏറ്റവും വലിയ റിലീസിനാണ് ചിത്രം തയ്യാറെടുക്കുന്നത്. നിലവിൽ ബസൂക്കയുടേതായി വരുന്ന ഓരോ അപ്ഡേറ്റുകളും സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ 2025 ഈ രണ്ട് വൻപൻ സിനിമകളിൽ നമ്മുടെ പ്രേക്ഷകർ ഏറ്റവും അധികം കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ലാലേട്ടന്റെ എമ്പുരാനാണോ മമ്മൂക്കയുടെ ബസൂക്കയാണോ? താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.